ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലാണ്. രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. കംസവധത്തിനു ശേഷമുള്ള കൃഷ്ണനാണിവിടെ, അതിനാലാണ് രൗദ്രഭാവം. ആനകളെ തീരെ അടുപ്പിക്കാത്ത ക്ഷേത്രമാണിത്. കംസൻ കൃഷ്ണനെ വധിക്കാനയച്ച കുവലയപീഠം എന്ന ആനയെ നിഗ്രഹിച്ചതിനു ശേഷമുള്ള കൃഷ്ണൻ്റെ രൗദ്രഭാവമായതിനാൽ ഈ ക്ഷേത്ര പരിസരത്തേക്ക് ആന കടക്കുകയേയില്ല. ക്ഷേത്രത്തിനകത്ത് ഒരു കുളത്തിന് നടുവിൽ ദുർഗയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള വിശന്നു വലഞ്ഞെത്തിയ കൃഷ്ണന് അമ്മ പഴഞ്ചോറ് നൽകിയതിന് സങ്കല്പത്തിന് നട തുറക്കുന്നതിന് മുമ്പ് തിഴപ്പിള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കി അതും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. ശ്രീ ശമ്പര മഹർഷി തപസ്സനുഷ്ഠിച്ച പുണ്യ വനഭൂമി ആയതുകൊണ്ട് തിരുശമ്പരം എന്നും ഇന്ന് തൃച്ചംബരം എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ ഇലഞ്ഞിമരം കായ്ക്കാറില്ല. ഇലഞ്ഞിത്തറയിൽ പ്രാർത്ഥിക്കാൻ വന്ന തൻ്റെ രോഗിയായ ഭക്തയ്ക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ ഇലഞ്ഞിയോട് അരുൾപ്പാട് ചെയ്തതുകൊണ്ടാണെന്നാണ് ഐതിഹ്യം. 15-16 നൂറ്റാണ്ടുകളിലായി വരക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീകോവിലിലുള്ള ചിത്രങ്ങളും ചുവരെഴുത്തുകളും. നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത ഏക ക്ഷേത്രമാണ് തൃച്ചംബരം. 15-ാം നൂറ്റാണ്ടിലെ കൊത്തുപണികളാണ് ശ്രീകോവിലിലുള്ളത്. പുത്രവാത്സല്യം അനുഭവിക്കാൻ പറ്റാത്ത തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ബലരാമനും ശ്രീകൃഷ്ണനും പുലർച്ചെ പൂക്കോട്ട് നടയിൽ ആനന്ദ നൃത്തം ആടിയിരുന്നു എന്നാണ് ഐതിഹ്യം. ഇന്നും കുംഭം മീനം മാസത്തിൽ ഉത്സവ നാളുകളിലെ അവസാനം ഇതേ സ്ഥലത്ത് തിടമ്പേറ്റി ആനന്ദ നൃത്തം ആടുന്നത് ദർശിക്കാനും കൂടെയോടാനും ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും 3 കുളങ്ങളുണ്ട്.